ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആദിൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോക്കോ F6 എന്ന മൊബൈലിനെയാണ്. ഇതാണ് മൊബൈൽ കണ്ടുള്ളൂ. എൻ്റെ കയ്യിലില്ല സംഭവം. ഞാൻ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞു. അപ്പോൾ പോക്കോ F6 എന്ന മൊബൈൽ പോക്കോ പറയുന്നത് ഇത് പോക്കോയിൽ തന്നെ ഏറ്റവും പവർഫുൾ മൊബൈലാണ് പറയുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിലേക്ക് വരുന്ന ചിപ്പ് സെറ്റാണ്. അത് സ്നാപ്ഡ്രാഗൺ 8s Gen 3 പറയുന്ന ചിപ്പ് സെറ്റാണ് വരുന്നത്. ഈ 8s Gen 3 പറയുന്നത് ഒരിക്കലും നമ്മുടെ ആൻഡ്രോയിഡ് തന്നെ പവർഫുൾ ചിപ്സെറ്റായ 8 Gen 3 ആരും മുകളിലല്ല. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ല, അതിലാരും കുറച്ച്, അതായത് അതിൻ്റെ സെയിം കോഴ്സാണ് വരുന്നത്. പക്ഷേ അത് ഒരിക്കലും സെയിം അല്ല കേട്ടോ. സെയിം കോഴ്സാണെന്ന് പറയുന്നത്, പക്ഷേ സെയിം അല്ല. അതിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്തത്, അതായത് അണ്ടർക്ലോക്ക് ചെയ്തല്ല, ജസ്റ്റ് ഇതായ ഒരു 8 Gen 2ൻ്റെ ഒരു സംഭവം. പക്ഷേ 8 Gen 2ൻ്റെ ഒരു സ്റ്റെബിലിറ്റി, ഒരു FPS റേറ്റോ നമുക്കിതിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം പക്ഷേ ഇനി ഇന്ത്യയിലേക്ക് വരുന്നതിൽ ആദ്യമായിട്ടാണ് ഈ ചിപ്പ് സെറ്റ് വരുന്നത് കേട്ടോ. അതായത് പോക്കോ F6 വരുന്ന 8s Gen 3. ഇതിൽ നിങ്ങൾക്ക് 120 വാട്ടിൻ്റെ ചാർജിങ് ബ്ലോക്ക് ഇതിൽ തരുന്നുണ്ട് പോക്കോ. പക്ഷേ 90 വാട്ട് മാത്രമേ ഫോൺ സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷേ നമ്മളിത് എന്തിനാണ് 120 വാട്ട് തരുന്നത്? പക്ഷേ ചാർജിങ് ബ്ലോക്ക് പോലും ഇപ്പോൾ പല ഫോൺസും തരുന്നില്ല. സാംസങ് ഐഫോൺ ഇപ്പോൾ ഏകദേശം OnePlus ഏകദേശം ആ രീതിയിലേക്ക് പോകണമെന്നുള്ളൊരു റൂമർ കേൾക്കുന്നുണ്ട്. ഈ ഒരു പവർഫുൾ ചിപ്പ് സെറ്റും അതിൻ്റെ കൂടെ തന്നെ LPDDR5X റാമും UFS 4.0 തരുന്നുണ്ട് ഈ ഫോണിൽ. അതുകൊണ്ട് തന്നെ ആപ്പ് ഓപ്പണിങ് ആച്ചാലും ആപ്പ് ക്ലോസിങ് ആച്ചാലും ഭയങ്കര സുഖമാണ്. അതായത് നല്ലൊരു നോർമൽ യൂസ് ആച്ചാൽ സുഖമായിട്ട് യൂസ് ചെയ്യുക. ഗെയിമിങ്ങും അത്യാവശ്യം, അതായത് BGMI അയച്ചാൽ HDR 60 FPS വരെ സപ്പോർട്ട് ആകും. പക്ഷേ സ്മൂത്തിൽ 90 FPS സപ്പോർട്ട് ആവില്ല എന്നാണ് ഇപ്പോൾ കിട്ടിയൊരു ഇതിൽ നോക്കുമ്പോൾ. ഈ അപ്ഡേറ്റിലൂടെ സപ്പോർട്ട് ആയിരിക്കും. പക്ഷേ നമ്മൾ COD കോൾ ഓഫ് ഡ്യൂട്ടിയിൽ 120 FPS, ഗൺഷൻ ഇമ്പാക്റ്റിൽ 60 FPS സപ്പോർട്ട് ആവുന്നുണ്ട്. ഇതിൽ AnTuTu സ്കോർ എന്നത് ഏകദേശം ക്ലോസ് ടു 1.5 മില്യൺ, അത് 1.4 മില്യൺ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. പിന്നെ ത്രോട്ടിംഗ് ലിസ്റ്റ് ഏകദേശം 85% ത്രോട്ടിംഗ് ലിസ്റ്റ് ഉണ്ട്. പിന്നെ ഈ ഫോൺ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 1 മന്ത് ആവുന്നുള്ളൂ. ഇതുവരെ ഉള്ളൊരു ഡീറ്റെയിൽസ് ഞാൻ നോക്കുകയെന്ന് വെച്ചാൽ ഹീറ്റിംഗ് ഇഷ്യൂ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വലുതായിട്ടുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഏകദേശം ഒരു 50 ഡേയ്സ്, ഒരു 1 മന്ത് ആകുമ്പോഴുള്ളൂ ഇതിൻ്റെ കാര്യങ്ങളൊന്നുകൂടി അറിയാം. നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് സാധാ ഒരു വേപ്പർ കൂളിംഗ് സിസ്റ്റം അല്ല. ഇതിൽ നിങ്ങൾ പുതിയതായിട്ടുള്ള ഒരു ഐസ് ലൂപ്പ് കൂളിംഗ് ടെക്നോളജിയാണ് ഈ പറഞ്ഞ പോക്കോ ഇതിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് അതുകൊണ്ട് ആൾക്കാരും ഇപ്പോഴും, അതായത് ഇത്രയും പവർഫുൾ ചിപ്സെറ്റായിട്ട് ഇത്ര ഹീറ്റ് കുറവില്ല. അത് കാരണം സാധാരണ പോക്കോയുടെ ഫോൺ പറഞ്ഞാൽ ചൂടാവുന്ന ഒരു ഇതാണ് എല്ലാവരും ഇത്. അപ്പോൾ ഇതിൽ പുതിയൊരു കൂളിംഗ് സിസ്റ്റം ഇതായാലും പോക്കോ ബിൽഡ് ചെയ്തിരിക്കണം. പിന്നെ സാധാ കൂളിംഗ് സിസ്റ്റമായ വേപ്പർ കൂളിംഗ് അതിലാരും 3 ഇരട്ടി കൂളിംഗ്, അതായത് ഒരു ബെനിഫിറ്റ്സ് ഈ കൂളിംഗ്, അതായത് ഐസ് ലൂപ്പ് ടെക്നോളജി ആയ ഈ കൂളിംഗ് സിസ്റ്റത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ ഒരു സോഫ്റ്റ്വെയർ ആണ്, അതായത് ഷോമിയുടെ പുതിയ സംഭവം HyperOS ആണ്. 3 അല്ലാത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് തരുന്നത്. പിന്നെ 3 അല്ലാത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് HyperOS ആയതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് തരുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട ഒരു ആവശ്യം കേട്ടോ, കണ്ടറിയേണ്ട ഒരു ഇതാണ്. ഇതിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് അല്ല HyperOS. ഇതിൽ ഇതുണ്ട്, പോർട്ട്വെയർസ് ഉണ്ട് കേട്ടോ. ഇതിൽ ബബിൾ ഷൂട്ടർ മാറ്റത്തെ ഗെയിംസൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസൈനിനെ പറ്റി പറയുമ്പോൾ ഇത്രയും പവർഫുള്ളായൊരു ചിപ്പ് സെറ്റ്, അതായത് 8 Gen 3 കുറച്ച് 8 Gen 2ൻ്റെ ഒരു പവർഫുൾ ചിപ്പ് സെറ്റ് വരുമ്പോൾ എന്തായാലും കോസ്റ്റ് കട്ടിങ് ഉണ്ടാവും. അതായത് ഫോണിന് കോസ്റ്റ് കട്ടിങ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫ്രെയിം ആച്ചാലും ബാക്ക് ഗ്ലാസ്സും അല്ല, അതേമാതിരി ഫ്രെയിം അലുമിനിയം അല്ല, പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഇതിന് ഏകദേശം പോക്കോ F5, പക്ഷേ അതിലാരും ക്യാമറ മൂടുക നമുക്ക് പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. പോക്കോ F5 ഇതാണ്, അതേമാതിരി പോക്കോ F6 ഇതാണ്. ഓക്കെ, രണ്ടോ തമ്മിലുള്ളൊരു വ്യത്യാസം കണ്ടല്ലോ. അപ്പോൾ ഇതാണ് പറഞ്ഞത്, രണ്ടിൻ്റെ ക്യാമറ മൂടുകൾ കുറച്ച് വലുതായിരിക്കണം. പിന്നെ കളർ അറിയേണ്ടത് അതാണ്, ഈ 2 കളറായിട്ടാണ് വരുന്നത്. നമുക്ക് കണ്ടോ, ഇത് ഈ 2 കളറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ തിക്നെസ് അറിയുന്നത് 7.8 mm ആണ്. അതായത് ഇതിൻ്റെ വെയിറ്റ് അറിയുന്നത് 799 ഗ്രാമാണ് വരുന്നത്. ഓവറായിട്ടുള്ളൊരു വെയിറ്റോ കാര്യങ്ങളല്ല തരുന്നത്. ഡിസ്പ്ലേ കുറിച്ച് അറിയുമ്പോൾ, അതായത് നമ്മളെ ഷോമിയുടെ ഒരു മൊബൈൽ മിഡ് റേഞ്ച് ആയിക്കോട്ടെ, ഹൈ എൻഡ് ഫോൺ ആയിക്കോട്ടെ, അതിൻ്റെ ഡിസ്പ്ലേ അറിയുന്നത് ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആകാരം. അതിൽ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ ഇവർ തീരെ വിട്ടുവീഴ്ചയില്ല. അതായത് 1.5K റെസൊല്യൂഷനിലെ ഒരു ആമോലെഡ് ഡിസ്പ്ലേ ആണ്. ഏകദേശം 2400 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. പിന്നെ വെസൽസൊക്കെ ഏകദേശം
ഒരേ ഇതാണ്, യൂണിഫോം വെസൽസാണ്. താഴത്ത് ഇച്ചിരി ചെറുതായിട്ട് നോക്കിയാൽ ചെറുതായിട്ടൊരു കൂടുതലുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഇതേമാതിരി ഡോൾബി വിഷനും HDR സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 120 ഹെർട്സിൻ്റെ. ഏകദേശം എല്ലാ ആപ്പിലും ഇതേമാതിരി 120 ഹെർട്സ് ഉണ്ട് കേട്ടോ. ഒരു ഇന്ന ആപ്പിൽ ഇല്ല അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. എല്ലാത്തിലും നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടൊരു 120 ഹെർട്സ് തന്നെയാണ് വരുന്നത്. പിന്നെ 120 ഹെർട്സ് പറഞ്ഞാൽ ഇത്ര പവർഫുൾ ചിപ്പ് സെറ്റ് ആണല്ലോ, അതുകൊണ്ട് സുഖമായിട്ട് നല്ല സ്മൂത്തായിട്ട് 120 ഹെർട്സ് നമുക്ക് ഫീൽ ആവാതെ മാതിരി നമുക്ക് 120 ഹെർട്സ് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ഒരു ചിപ്പ് സെറ്റിൻ്റെ ഒരു ബലത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്ന റിവ്യൂസൊക്കെ. ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇതിൽ പ്രൊട്ടക്ഷൻ പറയുന്നത്, ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ ഗൊറില്ല ഗ്ലാസ് വിക്ടിക്സ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇത്ര പവർഫുൾ ചിപ്പ് സെറ്റ്, അതായത് ഇത്ര പെർഫോമൻസ് വരുന്ന ഒരു ഫോണാണെങ്കിലും ഇതിൽ ഹെഡ്ഫോൺ ജാക്കൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സ്പീക്കറാണ്. വലിയൊരു ഡ്രോബാക്കോ കാര്യങ്ങളൊന്നുമില്ല. പോക്കോ F5 വെച്ച് ക്യാമറ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇത് മെയിൻ ക്യാമറ 50 മെഗാ പിക്സൽ, അതേമാതിരി അൾട്രാ വൈഡ് 8 മെഗാ പിക്സൽ. പിന്നെ 4K 60 FPS മെയിൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയിൽ 180p തന്നെയാണ് വരുന്നത്. സെൽഫി ക്യാമറ വരുന്നത് 20 മെഗാ പിക്സലാട്ടോ. ഞാനിപ്പോൾ ഇതുവരെ നോക്കി വെച്ചപ്പോൾ നോർമൽ ഫോട്ടോസും അതേമാതിരി പോർട്രേറ്റ് ഫോട്ടോസും കമ്പയർ ചെയ്യുമ്പോൾ കളറിൽ ഇതിൽ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ അതേമാതിരി ക്ലൗഡൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു പുക പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ അപ്ഡേറ്റിലൂടെ മാറ്റാൻ പറ്റും. സെൽഫി ക്യാമറയും ഇതേമാതിരി ആവറേജ് ആണ്, അത്ര വലിയ പെർഫോമൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പോക്കോ ഷവോമി ടച്ച് വരുന്നൊരു സെൽഫി ക്യാമറ തന്നെ വരുന്നത് കേട്ടോ. പിന്നെ ഈ പോക്കോയുടെ ഫോണിൽ അതായത് നമ്മൾ ഗാലറിയിൽ ഒരു AI ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അതായത് ഫോട്ടോ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ ഇതിൽ AI ബൊക്കെ ഉണ്ട്, അതായത് നോർമൽ ഫോട്ടോ ബ്ലറാക്കി തരുന്ന ഒരു സംഭവം ഉണ്ട്. ഇതിൽ ബൊക്കയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. അതായത് ലേഔട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ ബ്ലറിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു AI ഫീച്ചർ ഇതിൽ തരുന്നുണ്ട്. പിന്നെ നമ്മൾ പിക്സലിലൊക്കെ കണ്ട AI ഉണ്ടല്ലോ, അതായത് മാജിക് ഇറേസിങ്, ആ ഒരു AI ഇതിൽ തരുന്നുണ്ട്. പിന്നെ നമ്മളെ സാധാ ഒരു ഫോട്ടോൻ്റെ സ്കൈ ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. സ്കൈ ഒക്കെ ഇങ്ങനെ മാറ്റി കളിക്കാൻ പറ്റുന്ന ഒരു സംഭവം, ഒരു കൂളായിട്ടുള്ളൊരു ഫീച്ചർ. വലിയൊരു ഇതല്ലെങ്കിലും ഒരു കൂളായിട്ടുള്ള ഫീച്ചർ ഇൻബിൽഡായിട്ട് കൊടുക്കുന്നു എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയുണ്ടാവും. പിന്നെ ബാറ്ററിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 5000 mAh നോർമൽ വരുന്ന ഒരു ബാറ്ററിന് തരുന്നത്. ബാറ്ററിൻ്റെ കാര്യം ഞാൻ ഇതേമാതിരി റിവ്യൂസൊക്കെ നോക്കുമ്പോൾ വലിയൊരു കുഴപ്പമില്ല. ഇത് 1 day ബാറ്ററി ബാക്കപ്പ്, പിന്നെ ഇത്രയും സ്പീഡ് ഫാസ്റ്റ് ചാർജിങ്ങിലൊരു ചാർജിങ് സ്പീഡൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. പിന്നെ ഡ്യുവൽ നാനോ സിം സ്ലോട്ടാണ് വരുന്നത്, അതായത് മൈക്രോ SD കാർഡ് നിങ്ങൾക്ക് ഇടാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഞാൻ ഇതേമാതിരി റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയെടുത്തൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് മാത്രം ഇതാക്കണ്ട, അതായത് പല വീഡിയോസും ഇതിനെ പറ്റി എക്സ്പീരിയൻസ് ചെയ്തതിലൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കാം. അതേമാതിരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേമാതിരി ചാനൽ സബ്സ്ക്രൈബ്. ഇതിൻ്റെ പ്രൈസ് അറിയുന്നത് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പ്രൈസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബൈ. ഇതന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.